എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. ഇന്ന് ഞാൻ ഒരു കഥ പറയാം. ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ ഒരു രാജാവിന്റെ കഥ. ആദ്യമായാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് കമന്റ് ആൻഡ് ഷെയർ. ഒരിക്കൽ രണ്ടു സ്ത്രീകൾ സോളമൻ രാജാവിന്റെ അടുത്ത് ഒരു തർക്കവുമായി വന്നു. അവരിൽ ഒരാൾ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാനും ഈ സ്ത്രീയും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. 3 ദിവസത്തിനു ശേഷം അവളും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഞങ്ങൾ ഒറ്റയ്ക്ക് മാത്രമായിരുന്നു വീട്ടിൽ. ഒരു രാത്രിയിൽ അവളുടെ കുഞ്ഞ് ഉറക്കത്തിൽ മരിച്ചുപോയി. അപ്പോൾ അവൾ എന്റെ കുഞ്ഞിനെ അവളുടെ മരിച്ച കുഞ്ഞിന്റെ അടുത്ത് വെച്ച്, അവളുടെ മരിച്ച കുഞ്ഞിനെ എന്റെ അടുത്ത് വെച്ചു. രാവിലെ ഞാൻ ഉണർന്ന് എന്റെ കുഞ്ഞിനെ എടുക്കാൻ നോക്കിയപ്പോൾ അത് മരിച്ചുപോയിരുന്നു. പക്ഷേ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് എന്റെ കുഞ്ഞല്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, അത് സത്യമല്ല. ജീവിച്ചിരിക്കുന്ന കുഞ്ഞ് എന്റേതാണ്. മരിച്ച കുഞ്ഞ് അവളുടേതാണ്. അങ്ങനെ അവർ രണ്ടുപേരും തങ്ങളുടെ കുഞ്ഞാണെന്ന് വാദിച്ച് തർക്കിച്ചു. സോളമൻ രാജാവ് കുറച്ചുനേരം ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു ഭടനെ വിളിച്ചു വാൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. വാൾ കൊണ്ടുവന്നപ്പോൾ രാജാവ് പറഞ്ഞു, ഈ ജീവിച്ചിരിക്കുന്നു കുഞ്ഞിനെ രണ്ടായി പകുത്ത് ഓരോരുത്തർക്കും ഓരോ പകുതി കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ രാജാവേ, എന്റെ കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുത്തോളൂ. എന്നാൽ രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, പകുതിയായി മുറിച്ചോളൂ, എനിക്കും വേണ്ട, അവൾക്കും വേണ്ട. ഇതെല്ലാം കേട്ടപ്പോൾ സോളമൻ രാജാവിന് സത്യം മനസ്സിലായി. അദ്ദേഹം ഭടനോട് പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലരുത്, ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക, അവളാണ് യഥാർത്ഥ അമ്മ. അങ്ങനെ സോളമൻ രാജാവ് തന്റെ വിവേകത്തിലൂടെ യഥാർത്ഥ അമ്മയെ കണ്ടെത്തുകയും കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്തു. ഈ കഥ സോളമൻ രാജാവിന്റെ വിവേകത്തെയും നീതിബോധത്തെയും എടുത്തുകാണിക്കുന്നു.